ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്ത, ജയിലിലുണ്ടായിരുന്ന ഷേർ സിംഗ് ജയിൽ ചാടി പുറത്തേക്ക് പോയിരിക്കുന്നു. നാട് മുഴുവനും ഭീതിയിലാണ്. എല്ലാവരും സൂക്ഷിക്കണമെന്ന് പോലീസിന്റെ നിർദ്ദേശം. കട്ടു, ആ ഷേർ സിംഗ് രക്ഷപ്പെട്ടു. നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവനെ പിടിച്ചു കൊടുത്തത്. ഈ ഇൻസ്പെക്ടർ മന്മാനുണ്ടല്ലോ, പുള്ളിക്കാരന് ചായ കുടിക്കാൻ മാത്രമേ സമയമുള്ളൂ. ഡ്യൂട്ടിയിൽ ഒരു കോൺസെൻട്രേഷനും ഇല്ല. ടിങ് ടോങ്, നീ അവിടെ നിന്ന് വലിക്കും, ഞാൻ ഇവിടെ നിന്ന് വലിക്കാം. മഹാജനങ്ങളെ, സുഹൃത്തുക്കളെ, വിശ്രാംപൂർ വാസികളെ, ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കൂ, നല്ലോണം ശ്രദ്ധിക്കൂ. എന്റെ പേര് ഷംഷേർ ഖാൻ ആണ്. എല്ലാരും ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഒരു ഗോൾഡ് എക്സ്പേർട്ട് ആണ്. എവിടെയൊക്കെ സ്വർണങ്ങൾ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. എന്റെ അടുത്ത് ഒരു മിഷൻ ഉണ്ട്. ആ മിഷനെ ഉപയോഗിച്ച് എനിക്കത് പറയാൻ സാധിക്കും. വിശ്രാംപൂരിൽ എവിടൊക്കെ സ്വർണങ്ങൾ ഉണ്ടെന്ന് എനിക്ക് അറിയാം. ഈ കാര്യം എന്നൊഴിച്ച് വേറെ ആർക്കും അറിയില്ല. ഇതാണ് സത്യം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ സ്വർണം എവിടെ ഉണ്ടെന്ന് കാണിച്ചു തരാം. പക്ഷെ ഒരു കാര്യം, ഞാൻ സ്വർണം കാണിച്ചു തരുന്നതിന് പകരമായിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. കിട്ടുന്നതിൽ 20% എനിക്ക് തരണം. 20% എനിക്കും, ബാക്കിയുള്ളത് നിങ്ങൾക്കും. പറയൂ, ഇതിന് നിങ്ങൾക്ക് സമ്മതമാണോ? പറയാം. സമാധാനമായി ഇരിക്കൂ. ഒന്ന് സമാധാനമായിട്ടിരിക്കൂ. എന്റെ കയ്യിലുള്ള ബട്ടൺ ഞാനിപ്പോ പ്രസ് ചെയ്യാൻ പോവാണ്. അതാ, ആ ഭാഗത്താണ് സ്വർണമുള്ളത്. നമ്മള് പണി തീർത്തു. ബോസ് പറഞ്ഞതുപോലെ ഇവിടെ സ്വർണ്ണ ബിസ്ക്കറ്റ് വെച്ചു. ബോസ് പറഞ്ഞത് വെച്ച് ഇവിടെയുള്ള സ്വർണ്ണ ബിസ്ക്കറ്റ് എല്ലാവരും എടുക്കും. പക്ഷെ ഇതൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കിട്ടാനാ? ബോസ് കട്ടുപൊട്ടനോട് പകരം വീട്ടാനാണ് ഈ പ്ലാനൊക്കെ ചെയ്തിരിക്കുന്നത്. ബോസിനെ കണ്ടുപിടിക്കാൻ ആർക്കും കഴിയില്ല. ഇതുകൊണ്ട് ജനങ്ങളെല്ലാം ബോസിനെ വളരെ അധികം വിശ്വസിക്കും. അതിനുശേഷം കട്ടുപൊട്ടുവിന്റെ അവസ്ഥ കട്ടായിരിക്കും. ഉണ്ടാക്കണ്ട. നമ്മൾ സ്വർണമുള്ള ലൊക്കേഷനിലേക്ക് വന്നു. എല്ലാരും ആ മരത്തിന്റെ പുറകെ കുഴിച്ചു നോക്കൂ. അവിടെയാണ് ആ സ്വർണ്ണ നിധി ഉള്ളത്. ഇതാ, ഇവിടെ കുഴിക്കൂ. എനിക്ക് കിട്ടി സ്വർണ്ണ ബിസ്ക്കറ്റ് കിട്ടി. സുഹൃത്തുക്കളെ, ഈ സ്വർണം കൊണ്ടൊന്നും കാര്യമില്ല. ഇതിനേക്കാളും കൂടുതൽ, അതായത് 1000 ടൺ സ്വർണങ്ങൾ ഉള്ള സ്ഥലം എനിക്ക് എന്റെ മിഷൻ കാണിച്ചു തരുന്നുണ്ട്. എന്നെ വിശ്വസിച്ച് വരൂ. നിങ്ങൾക്ക് നല്ല സമയം തുടങ്ങി. കൈ നിറയെ സ്വർണം കിട്ടാൻ പോവാ. നമ്മുടെ ബോസ് വിജയിച്ചു. നാട്ടിലൊരു അത്ഭുതമാണ് നടക്കുന്നത്. ഷംസീർ ഖാൻ എന്നു പേരുള്ള ആൾ ഭൂമിക്കടിയിൽ എവിടേക്കാണോ സ്വർണ്ണ ബിസ്ക്കറ്റ് ഉള്ളത് അതൊക്കെ ജനങ്ങളെ അറിയിക്കുന്നുണ്ട്. ജനങ്ങളെ അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതായി നമ്മുടെ ചാനലിന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ മിഷൻ സ്വർണ്ണ ബിസ്ക്കറ്റ് എവിടെയാണ് ഉള്ളതെന്ന് കാണിക്കുന്നത്. ഞങ്ങളുടെ ചാനൽ മാത്രമാണ് ഇത് ലൈവ് കാണിക്കുന്നത്. കണ്ട് സന്തോഷിക്കുവിൻ. ഗട്ടു, നീ ഇത് നോക്കിയ ഈ സ്ഥലം നമ്മൾ എവിടെ കണ്ടുപോലെ തന്നെ ഉണ്ടല്ലേ? നമ്മളെ പോലെ തന്നെ ആരോ ഗട്ടുപട്ടു ഏജൻസിന്ന് ആരോ ബോർഡ് വെച്ചിട്ടുണ്ട്. എന്ത്? ഇങ്ങോട്ട് നോക്കൂ സുഹൃത്തുക്കളെ, ആ ഓഫീസിന്റെ അകത്താണ് ടൺ കണക്കിന് സ്വർണങ്ങൾ ഉള്ളത്. സ്വർണം കിട്ടിയതും എന്റെ 20% തരാൻ ആരും മറക്കരുത്. ഓക്കേ, പൊക്കോളൂ. 1000 ടൺ സ്വർണം നിങ്ങൾ സ്വന്തമാക്കി കൊടുക്കും. എല്ലാവരും വളരെ ആകാംക്ഷിതരാണ്. ഇവർക്ക് ഇത് നമ്മുടെ ഓഫീസിലാണ്. പുറത്ത് അവര് നിപ്പുണ്ട്. കട്ടു, ബട്ടുടെ 6th സെൻസ് പറയുന്നു എന്തോ ഒരു പ്രശ്നം വരാൻ പോകുന്നു. പക്ഷെ എന്താണെന്ന് അറിയില്ല. എന്താണിത്? നിക്ക്. ഞാനല്ലേ പറയുന്നത് നിർത്താൻ.
നിന്റെ സിക്സ്ത് സെൻസ് കുറച്ചുകൂടി നേരത്തെ പറയാമായിരുന്നു. ഇനിയിപ്പോ എന്താ നോക്കേണ്ടത്? അതെ, ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങ്. എടാ പിള്ളേരെ, ഒന്ന് വേഗം വന്ന് ഈ ഗട്ടുപട്ടുവിനെ തടഞ്ഞു നിർത്തൂ. അപ്പോഴേ നമ്മൾ ആവശ്യപ്പെടുന്നതൊക്കെ നമുക്ക് കിട്ടൂ. വേഗം വരൂ, വൈകിക്കല്ലേ. ഷേർ സിംഗിന്റെ പ്ലാൻ ഒക്കെ സക്സസ് ആവാൻ പോവാണ്. ഓക്കേ ബോസ്. ബട്ടു, നീ അകത്തേക്ക് പോ, ഇവരെ ഞാൻ നോക്കിക്കോളാം. ഓ സാബ്ജി സാബ്ജി, ഇവിടെ 1000 ടൺ സ്വർണ്ണമുണ്ടത്ര. എന്നോട് പറയാണ്ട് വന്നു അല്ലേ? ഇത് പിടിക്ക. എന്റെ സാബ്ജി, ഇനി നിങ്ങൾ ഒരു ജോലി ഇവിടെ ചെയ്യണ്ട. ഇനി നമുക്ക് ഒരു ജോലിയും ചെയ്യാണ്ട് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. എന്റെ സാബ്ജി സാബ്ജി സാബ്ജി. ആ അകത്താണ് സ്വർണ്ണം ഇരിക്കുന്നത്. ഇതും കൊടുത്താ ആ കണ്ണാടി കാഴ്ച വെച്ചിട്ട് ഇങ്ങോട്ട് വാ. ഏയ്, ടിങ് ടോങ്, നിക്ക്. അയ്യോ, ഇവൻ എന്തായി ചെയ്യുന്ന? നീയാണോ തടയേണ്ടത്? ഹേയ്, നിങ്ങൾ കാരണം മാത്രമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. ഇത് ആരാണാവോ? വേഗം ഇവനെ ചൂട് ചീനച്ചട്ടിയിലിട്ട് വറുത്തെടുക്ക്. അപ്പോഴേ ഇവൻ നമ്മളെ ശല്യം ചെയ്യാതിരിക്കൂ. പോ പോ, വേഗം ഇവനെ പൊക്കിക്കൊണ്ടു പോ. വേണ്ട 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 വേണ്ട, പ്രാക്ടീസിനുള്ള വസ്തു അല്ല ഞാൻ. എന്നെ വെറുതെ വിട്ടേക്ക്. എന്റെ അമ്മച്ചേ, ഒന്നും സംഭവിച്ചില്ല. ഇത് തണുത്താണ് ഇരിക്കുന്നത്. ഇന്ന് ഗ്യാസ് തീർന്നു പോയി, അതുകൊണ്ട് ഞാൻ ഇന്നിത് കത്തിച്ചില്ലായിരുന്നു. ഓഹോ, താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഇനിയിപ്പോ പാനിപ്പൂരി കഴിക്കാൻ ഞാൻ ഇവിടെ തന്നെ വരും, കേട്ടല്ലോ. ആ, നിങ്ങൾക്ക് എല്ലാവർക്കും വരാവുന്നതാണ്. ഞാൻ റെഡിയാണ്. ഇപ്പൊ ശരിയാക്കി തരാം എല്ലാത്തിനും. ഒരു പാനിപ്പൂരി ഇങ്ങ് തന്നേ. ഇന്നാ പിടിച്ചോ. പാനിപൂരി വളരെ എരിവായിട്ടുണ്ട്. ആരെങ്കിലും ഇത്തിരി വെള്ളം തരൂ. ഇന്നാ പിടിച്ചോ. അനങ്ങിപ്പോകരുത്. എല്ലാവരും അവിടെ തന്നെ നിൽക്കൂ. ഞാൻ നിങ്ങളെ എല്ലാവരെയും ജയിലിൽ അടയ്ക്കുന്നതാണ്. എന്റെ ഈശ്വരാ, മന്മാനി സാർ, നിങ്ങൾ ഇവിടെ എത്തിയല്ലേ? അതെന്തായാലും നന്നായി. സാർ, ഞങ്ങളുടെ ഓഫീസിനുള്ളിൽ എല്ലാരും ചേർന്ന് അടിച്ചു പൊട്ടിച്ചോണ്ടിരിക്കുക. അതെന്താണെന്ന് പോയി ചോദിക്കും ഇപ്പൊ തന്നെ. ഇപ്പൊ തന്നെ പോയി ചോദിക്കാം. നിങ്ങൾ നോക്കിക്കോ, എന്നെ ആരാണെന്ന് അവർക്കറിയില്ല. കാണിച്ചു കൊടുക്കാം ഞാൻ. അനങ്ങിപ്പോകരുത്. എന്റെ അമ്മ. മന്മാനി സാറേ, നിങ്ങൾ പോയ വേഗത്തിൽ തിരിച്ചു. ഓഹോ, എന്ത് പണിയാ സാറേ നിങ്ങൾ ഈ കാണിച്ചത്? അവരെ തടയാൻ പറഞ്ഞ സാർ ഇങ്ങനെ വന്ന് വീണല്ലേ എങ്ങനെയാ സാറേ? വേണ്ട, അവരാള് ശരിയല്ല. വല്ലാതെ തള്ളുന്നു. എന്നെ വിട്ടേക്കൂ. ഞാൻ പറയുന്നത് കേൾക്ക്. വേണ്ട, എന്നെ വിട്ടേക്കൂ. എന്നെ വിടാ. നിങ്ങൾ തടഞ്ഞേ പറ്റൂ സാർ. നിങ്ങളൊരു പോലീസാണ്. ഒച്ചത്തിൽ നിർത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും നിർത്തിക്കോളും. നിങ്ങളെ കണ്ട അവര് പേടിക്കും. പേടിച്ച് ഓടിപ്പോകും സാർ. നിങ്ങളുടെ കമാൻഡിംഗ് വോയിസിലൊന്ന് പറഞ്ഞേക്ക് സാറേ. എല്ലാരും പേടിച്ചു പോകും. ഓ, അങ്ങനെയാണോ? എന്നാൽ ഇപ്പൊ തന്നെ പോയേക്കാം. ഞാൻ ആരാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാം. അനങ്ങിപ്പോകരുത്. വേണ്ട വേണ്ട. ഒരെലിയെ പോലെയാണല്ലോടെ നിങ്ങൾ എന്നെ വലിച്ചെറിഞ്ഞത്. ഓ, നിങ്ങൾ എന്തിനാ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? എന്താണിത്? ആരാണിത് ചെയ്തത്? അല്ല അപ്പൂപ്പ, സ്വർണ്ണ എവിടാ ഉള്ളത്? എന്നോട് എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത്? നിങ്ങൾക്ക് ജോലിയൊന്നും ഇല്ലെങ്കിൽ പോയി കിടന്ന് എവിടെയെങ്കിലും ഉറങ്ങ്. അതിനു പകരം നിങ്ങൾ എന്തിനാ ഗട്ടുവിന്റെയും പട്ടുവിന്റെയും ഓഫീസ് തല്ലി തകർക്കുന്നത്? പറ. ഇവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് താഴേക്ക് പോയി നോക്കാം. പ്രൊഫസറിന്റെ ലാബ് ബ്ലാസ്റ്റ് ആയി.
ഇവിടെ എല്ലാം അന്വേഷിച്ചു നോക്കി. ഇവിടെ എവിടെയും സ്വർണം കിട്ടിയില്ല. എവിടെയാണ് സ്വർണം? വേഗം പറയൂ. ഇവന്മാര് രണ്ടുപേരും നമ്മൾ വരുന്നതിന് മുമ്പേ സ്വർണങ്ങളൊക്കെ എടുത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. നമ്മളെയൊക്കെ പറ്റിച്ച ഇവരെ വെറുതെ വിടാൻ പാടില്ല. ആ സ്വർണങ്ങൾ എവിടെയായെന്ന് പറയുന്നത് വരെ ഇവരെ വിടരുത്. കാരണം 1, 2 അല്ല 1000 ടൺ സ്വർണങ്ങളാണ്. അത് വെറുതെ വിടാൻ കഴിയോ? ബട്ടുയുടെ സിക്സ് സെൻസ് വീണ്ടും സൂചിപ്പിക്കുന്നു ഇവിടെ വീണ്ടും ഒരു പ്രശ്നം നടക്കാൻ പോകുന്നു. അത് എവിടെയോ ആണ്. താങ്ക് യു ഫോർ ടെല്ലിംഗ് ബട്ടു. എനിക്ക് അറിയേയില്ലായിരുന്നു. ഇനിയിപ്പോ ഓടാൻ നോക്ക്. ഓടരുത്, നിക്കവിടെ.